ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടി ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബോട്ടി വാങ്ങിച്ചു തന്നെയാണ്. എന്നാലും നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി കഷ്ണങ്ങളാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുള്ള ബോട്ടിയുടെ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്നാലും അതിലുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാനും കുറച്ചും കൂടി ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് നമ്മളതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനത് കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് മസാലകളൊന്ന് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം. ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഒരു കുടം ഫുള്ളായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അല്ലികൾ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബോട്ടിയുടെ കഷ്ണങ്ങൾ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ബോട്ടിയുടെ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള മസാലകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ബോട്ടി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് വേവിലൊക്കെ മാറ്റമുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു മൂപ്പായി ഉണങ്ങി വന്നിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസിലുള്ള സവാള ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് സവാളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിന് നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരെ ഇളക്കി നല്ലപോലെ ഇതുപോലെ ഫ്രൈ ആക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നമുക്ക് കുറച്ചും കൂടി കുരുമുളകൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ.